കോഴിക്കോട് ഫറോക്കിൽ യുവതിക്ക് ഭർത്താവിൽ നിന്ന് വെട്ടേറ്റു. കരുവന്തുരുത്തി സ്വദേശി മുനീറയ്ക്കാണ് വെട്ടേറ്റത്. ഭർത്താവ് ജബ്ബാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സമീർ, വിശദാംശങ്ങൾ. പ്രജിൻ, യുവതിക്ക് ക്രൂരമായാണ് വെട്ടിയിരിക്കുന്നത്. ഭർത്താവ് ജബ്ബാർ തന്നെയാണ് അതിക്രൂരമായി യുവതിയെ വെട്ടിയിരിക്കുന്നത്. കൊടുവാൾ കൊണ്ടുള്ള വെട്ട് തലയ്ക്കും അതുപോലെ തന്നെ പുറത്തും ഏറ്റിട്ടുണ്ട്, കയ്യിലും ഏറ്റിട്ടുണ്ട്. 4 ഇടങ്ങളായിക്കൊണ്ടാണ് യുവതിക്ക് വെട്ടേറ്റിരിക്കുന്നത്. യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ യുവാവ് മയക്കുമരുന്നിന് അടിമയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇപ്പോൾ മുനീറുടെ അമ്മാവൻ നമുക്കൊപ്പം ചേരുകയാണ്, അബ്ദുള്ള. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഇത്തരം സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം മയക്കുമരുന്നിന് അടിമയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇയാൾ സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. കഴിഞ്ഞൊരു വർഷം മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കുട്ടീനെ ഇവൻ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്നൊക്കെ ഇവൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ അങ്ങനെ ഇത് ചെയ്താൽ എൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയതാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പോൾ ഇവരുടെ കുടുംബക്കാരൊക്കെ കൂടി ബന്ധപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ കുട്ടീനെ പറഞ്ഞയക്കാൻ തയ്യാറായത്. എന്നിട്ടും ഞങ്ങൾക്ക് തൃപ്തിൻ്റെതായിട്ട് പറഞ്ഞയച്ചതല്ല. പക്ഷെ കുട്ടിക്ക് സ്വയം തോന്നുന്നു എനിക്ക് 2 പെൺകുട്ടികളല്ലേ, ഞാൻ എന്തായിപ്പോന്നുള്ളൊരു വിഷമം തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ കുട്ടീനെ ഇഷ്ടം പോലെ ആട്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. ഇപ്പം ഇങ്ങനെ ഇതിപ്പോൾ നല്ല രീതിയിൽ ഈ കുട്ടി ഇപ്പോൾ ഇവനിപ്പോൾ ജോലിക്ക് ഇടയ്ക്കിടയ്ക്കേ പോവുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ചയിൽ 4 ദിവസം പോകും, ചിലപ്പോൾ 2 ദിവസം പോകില്ല. ഇപ്പോൾ സ്ഥിരമായിട്ട് അവനൊരു ജോലിക്ക് പോയിരുന്നില്ല. അവിടേക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എത്താറില്ല എന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി സ്വയം പിന്നെ എന്തെങ്കിലും ഒരു വീട്ടിലെന്തെങ്കിലും വേണ്ടേ, പൈസ വേണ്ടെന്നുള്ളതിലേക്കിട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ പോകൽ തുടങ്ങിയത്. ഈ സൂപ്പർ മാർക്കറ്റിൽ പോകൽ തുടങ്ങിയതിൻ്റെ ശേഷം ഇപ്പോൾ ഈ കുട്ടി ഡെയിലി പണിയെടുത്ത് വരും. ഇന്ന് രാവിലെ ഇതേപോലെ സംഭവിച്ചാൽ സംഭവിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുട്ടി ജോലിക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സ് മാറ്റുന്നിടത്തേക്ക് ഇവൻ ചെന്നതാണ്. കുട്ടികൾ ചായ കുടിക്കുകയാണ് അങ്ങപ്പുറത്തെന്ന് പറഞ്ഞ്. ഈ ഡ്രസ്സ് മാറ്റുന്നിടത്ത് ഇവൻ ചെന്നിട്ട് ബാലാണ്ട് കുറ്റിയിട്ട് ഇവളോട് ചോദിച്ചു എനിക്ക് പൈസ ഉണ്ടാകുന്ന പറഞ്ഞു. പൈസ ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ പിന്നെ ഇവള് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടുന്ന പൈസ ഉണ്ടാകുക, ഇന്ത്യയിൽ പൈസ ഒന്നുമില്ല, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഈ പണി ഉണ്ടാകണ നിങ്ങൾ പണിക്ക് പോയിക്കൂടെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് സാധ്യതയിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.